നമ്മളധികമായ ലോകത്ത് നമ്മളെല്ലാവരും ജീവിച്ച് എല്ലാവരുടെയും ഒരു യാത്ര ഉണ്ടാകുന്ന ഒരു സമയവും സന്ദർഭവും എല്ലാം ഉണ്ട്. എല്ലാവരും ആ ദിവസത്തെ കൂടുതൽ നമ്മള് മനോഹരമാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓരോ ദിവസവും ഇന്ന് എന്റെ മരണത്തിന്റെ ദിവസമായിരിക്കാം എന്ന് മനസ്സുകൊണ്ട് നമ്മൾ കരുതിയാൽ അന്നത്തെ ദിവസം പുണ്യവും ഏറ്റവും മഹത്വരമേറിയ ദിവസവുമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. മുഅ്മിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിപ്പിച്ചു. അല്ലാഹു തന്ന വലിയ സൗഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്, അറ്റമില്ലാത്ത വലിയ അനുഗ്രഹമാണ്. ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നമുക്ക് ചെയ്തു തന്ന ആ അനുഗ്രഹത്തിന് നാഥനായ റബ്ബിനോട് നമ്മൾ നന്ദി പറഞ്ഞാലും സുജൂദിൽ കിടന്ന റബ്ബിലേക്ക് നമ്മുടെ മനസ്സും കൽബുമെല്ലാം നമ്മൾ അല്ലാഹുവിലേക്ക് സമർപ്പിച്ച് അൽഹംദുലില്ലാഹ് 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 എന്ന് ആവർത്തിച്ച് പറഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആ വലിയ അനുഗ്രഹത്തിന് പകരമായി റബ്ബിന് അതിന് പകരമായി നന്ദി പറയാൻ നമുക്ക് കഴിയില്ല. നമ്മളെ അശക്തരാണ്. നമ്മൾ ആ വിഷയത്തിൽ വളരെ നമ്മൾ ലഈഫാണ്. നമുക്കൊരിക്കലും അതിന് സാധ്യമല്ല. അത്ര വലിയ അനുഗ്രഹമാണ് അല്ലാഹു നിങ്ങളുടെയും എന്റെയും നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ, നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ സൗഭാഗ്യം. ആ സൗഭാഗ്യത്തോടുകൂടെ നമുക്ക് മരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനു വേണ്ടിയാണ് ഈ അധ്വാനങ്ങൾ, അതിനു വേണ്ടിയാണ് ഈ സദസ്സുകളിൽ വന്നിരിക്കുന്നത്, അതിനു വേണ്ടിയാണ് ഔലിയാക്കളെ നമ്മൾ ഓർക്കുന്നത്, അവരുടെ പേരിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്, അവരുടെ പേരിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്, അവരുടെ പേരിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം. നമ്മൾ സാധുക്കളാണ്, നമ്മൾ വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്. ചെയ്ത അമലുകൾ എത്രമാത്രം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുണ്ടാകും യാതൊരു ഉറപ്പുമില്ലാത്ത വളരെ സാധുക്കളായ ആളുകളാണ് നാം. പക്ഷേ എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടാനുള്ള വഴികളാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങളെ നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കപ്പെടാനുള്ള വഴിയാണ്. അതുകൊണ്ടല്ലേ മഹാന്മാര് പാടിയത്, അല്ലാഹുവിന്റെ മഹാഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളെ കുറിച്ച് മഹാന്മാര് പാടിയത്, അവര് പറഞ്ഞത്, അവര് ചൊല്ലിയത്, ഇന്ന أدم الصلاة على الحبيب محمد فقبولها حتم بدون تردد. أعمالنا بين القبول وردها إلا الصلاة على الحبيب محمد. ഏത് അമലുകളും സ്വീകരിച്ചെന്ന് വരാം, അല്ലാഹു തട്ടിക്കളഞ്ഞു എന്ന് വരാം, അല്ലാഹു സ്വീകരിച്ചില്ല എന്ന് വരാം. അതെല്ലാം അല്ലാഹുവിന്റെ ഇഷ്ടമാണ്, അതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. ആരുടെ അമലാണ് റബ്ബ് സ്വീകരിക്കുക എന്നറിയൂല. ഞാൻ വലിയ ആളാണ്, തലയിൽ തലപ്പാവുണ്ട്, വെളുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ഈ സാധുവായ ഞാൻ ചെയ്ത അമലുകളെല്ലാം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയുകയില്ല. ഒരിക്കലും ഒരു മാനദണ്ഡങ്ങളെ കൊണ്ടും അളക്കാൻ കഴിയൂല. ഒരു പക്ഷേ എന്നെക്കാളും വലിയ അമലുകൾ സ്വീകരിക്കുന്നവരിൽ സാധുക്കളായ, പാവപ്പെട്ടവരായ, സാധാരണക്കാരായ ഒരു ചെറുപ്പക്കാരൻ ഈ സദസ്സിൽ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതണം. എല്ലാം തികഞ്ഞവനാണ് ഞാനെന്ന ധാരണ ഒരിക്കലും എന്റെ കൽബിലുണ്ടായിക്കൂടാ, നിങ്ങളുടെയും കൽബിലുണ്ടായിക്കൂടാ. അല്ലാഹുവിന്റെ പൊരുത്തം ലഭിച്ചവരാരാണ്, അല്ലാഹു സ്വീകരിക്കുന്നവരാരാണ്? എന്നാൽ പറയട്ടെ, അമലുകൾ സ്വീകരിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു അമലുണ്ട്. അത് ഏതാണ്? അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ.
നമ്മുടെ അമലുകളെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാനുള്ള വഴിയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ താജ്ദാറെ മദീന നൂറെ മുജസ്സം സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. ആരെയും ചീത്ത പറയണ്ട, ആരെയും ഗീബത്ത് പറയണ്ട, ആരെയും നമീമത്ത് പറയണ്ട. എല്ലാ വിഷയങ്ങളിലും ക്ഷമാശീലരാകണം, ഖൽബ് നന്നാക്കണം. ആരോടും പകയില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത, ആരോടും വെറുപ്പില്ലാത്ത സലീമായ ഖൽബിന്റെ ഉടമകളായി മാറണം. സ്വർഗത്തിൽ കടക്കുന്ന ഖൽബ് സലീമായ ഖൽബിന്റെ ഉടമകളാണ്. ഇല്ലാ മന്നത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഖൽബിന്റെ ഉടമകളല്ലാത്തവരെ അവര് സ്വർഗത്തിൽ കടക്കൂല. അവരുടെ വാസസ്ഥലം നരകമാണ്. ഖൽബിൽ ആരോടും വൈരാഗ്യം വേണ്ട. എല്ലാവരും ഉഷാറാവട്ടെ, എല്ലാവരും നന്നാവട്ടെ, എല്ലാവർക്കും നല്ല വീടുകൾ ഉണ്ടാവട്ടെ, എല്ലാവരും നല്ല കാറുകളിൽ യാത്ര ചെയ്യട്ടെ, എല്ലാവരും സൗകര്യപൂർവ്വം ജീവിക്കട്ടെ, എല്ലാവരുടെ കുടുംബ ജീവിതവും ആസുരമാവട്ടെ, എല്ലാ വീടുകളിലും ഭാര്യ ഭർത്താക്കന്മാര് സ്നേഹത്തോടെ ജീവിക്കട്ടെ, ആ മക്കളും ഉഷാറാവട്ടെ, ഈ മക്കളും ഉഷാറാവട്ടെ, എന്റെ മരുമകളും നന്നാവട്ടെ, എന്റെ അമ്മായി ഉമ്മയും നന്നാവട്ടെ, എന്റെ ഉപ്പ നന്നാവട്ടെ, എന്റെ ഉമ്മ നന്നാവട്ടെ, എന്റെ ഭാര്യ നന്നാവട്ടെ, എന്റെ ഭർത്താവ് നന്നാവട്ടെ, എന്റെ അയൽവാസി നന്നാവട്ടെ. കുശുമ്പ് വേണ്ട, വൃത്തികെട്ട സ്വഭാവത്തിന്റെ ഉടമകളായിക്കൂടാ. അവര് മോശമാകണം, അവരൊന്നൊന്ന് തകർന്നു കാണണം, അവരൊന്നും ഇല്ലാതെയാകണം. മാറ്റങ്ങൾ ചെയ്യുന്നവരില്ലേ, സിഹ്ർ ചെയ്യുന്നവരില്ലേ, സുബ്ഹാനല്ലാഹ്, ഒന്ന് തകർന്നു കാണാൻ വേണ്ടി എവിടേക്കാണ് പോകുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ ജീവിതം? എന്ത് നേട്ടമാണ് അതുകൊണ്ട് ഉള്ളത്? ഒരാള് തകർന്നു കിട്ടിയാൽ നമുക്കെന്ത് നേട്ടമാണുള്ളത്? എല്ലാവരും ഉഷാറാകണേ എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾക്ക് സ്വർഗമുള്ളത്. ഇല്ലാ മന്നത്തല്ലാഹ ബിഖൽബിൻ സലീം. അതേ പണത്തിന്റെ പേരിൽ പരസ്പരം വേർതിരിക്കേണ്ടതില്ല. ഒരു മരുമകൾ നല്ല പണക്കാരിയായ മകളാണ്, അവർ നല്ല പണമുള്ള വീട്ടിൽ നിന്ന് വന്ന മകളാണ്. ആ മരുമകളോട് വലിയ സ്നേഹം. ഒരു പച്ചപ്പാവമായ മരുമകളെ, അവര് പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് വന്നത്. ആ മരുമകളോട് സ്നേഹമില്ല, ആ മരുമകളെ കണ്ടുകൂടാ, അവരെ വൃത്തികെട്ട കണ്ണോടുകൂടെ നോക്കുകയാണ്. അവരുടെ മക്കളെ വെറുപ്പാണ്. ഉമ്മ എത്ര ദിക്ർ ചൊല്ലിയാലും സ്വലാത്ത് ചൊല്ലിയാലും എത്ര ഖുർആൻ ഓതിയാലും ഇല്ലാ മന്നത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഖൽബിന്റെ ഉടമകൾക്കാണ് അല്ലാഹ് സ്വർഗം തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് വേർതിരിവ് വേണ്ട. അവര് പാവപ്പെട്ടവരാവാം, അവരുടെ കയ്യിൽ പണമില്ല എന്ന് വരാം, അവരും മകള് തന്നെ, മറ്റതും മകള് തന്നെ. അതേ ഉമ്മയോടും ഉപ്പയോടുമെല്ലാം നല്ല നിലക്ക് വർത്തിക്കണേ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഖൽബ് നന്നാകണം, ഹൃദയം നന്നാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനാണ് നമുക്ക് നല്ല ഖൽബ് തന്നത്. ആ ഖൽബ് നന്നായാൽ നമ്മുടെ ശരീരം മുഴുവനും നന്നായി. ആ ഖൽബ് മോശമായാൽ ശരീരം മുഴുവനും മോശമായി. ആധ്യാത്മികമായി മഹാരഥന്മാരായ ഔലിയാക്കളെ സയ്യിദി ഗൗസുൽ ആലം ഖുത്ബുർ റബ്ബാനി അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരെ ഓർക്കുമ്പോ, അവരെ അനുസ്മരിക്കുമ്പോ, അവരുടെ മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടുമ്പോ ആധ്യാത്മികമായി നമ്മുടെ ഖൽബുകളിൽ മാറ്റം വേണം. നമ്മുടെ ഹൃദയത്തിന് പുതിയ മാറ്റങ്ങൾ വേണം. അല്ലാഹുവിലേക്ക് നമ്മുടെ ഖൽബുകൾ എടുക്കണം. ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലുന്നവരായി നമ്മൾ മാറണം. കൃത്യമായി 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവരായി നമ്മൾ മാറണം. പുതിയ കാലഘട്ടമാണ്. പലരും